ഹലോ, ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീഫ് കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. വാ എല്ലാവരും. 1 കിലോ ബീഫ് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് 4-5 ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഒന്ന് പുഴുകാനായിട്ടിടാവേ. സ്റ്റൗ കത്തിച്ച് കുക്കറിൽ വെള്ളം ഒഴിച്ച് അത് നകക്കെ വെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങ് നകക്കെ വെള്ളം ഒഴിച്ചു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാവേ. ഇനി അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്ന രീതിയിൽ നമുക്കതൊന്ന് തുറക്കാം. ഈ 2ാമത്തെ വിസിലാണ്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇത് ഓപ്പൺ ചെയ്യാവേ. ബീഫ് നമ്മൾ മിക്സിക്കകത്ത് മിൻസ് ചെയ്തെടുത്താണ്. അതിൻ്റെ കൂടെ ഒരു 6 പച്ചമുളക് നമ്മൾ അരച്ചു, ഒരു 2 കഷ്ണം മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ഈ ബീഫിനകത്ത് മിക്സിക്കകത്തിട്ട് അരച്ച് വെച്ചേക്കുകയാണ്. ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. വെച്ചേക്കുന്നത് സ്റ്റൗ കത്തിച്ചു, കടായി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് മീഡിയത്തിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാവേ. സവാള ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ആയിട്ടൊന്ന് വഴണ്ടാൽ മതി. അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാവേ. ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടത് നമ്മൾ കട്ട്ലേറ്റ് ബോൾ ചെയ്യുമ്പോൾ ഇത് മുഴുവനെ കിടന്നു കഴിഞ്ഞാൽ ആ ബോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതിനാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടത്. സവാളയൊക്കെ ഒരു മീഡിയം ആയിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇടാവേ. ബീഫും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്ത് അരച്ചത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. മിക്സ് ചെയ്ത് വെച്ച ബീഫ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കുന്നത്. കുരുമുളക്, ഗരം മസാല, അല്പം പെരിഞ്ജീരകം. ഓക്കെ, 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക. നമ്മളത് ബീഫ് പുഴുങ്ങാൻ നേരത്തെ കുരുമുളകൊക്കെ ഇട്ട് പുഴുങ്ങിയതാണ്. അന്നേരം അതിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനേ. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാവേ. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാവേ. മസാലകളൊക്കെ നമ്മൾ ചേർത്തു. ശരിക്കും അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു.
ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ചേർത്ത് മിക്സ് ചെയ്യാം. 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് നമ്മളൊരു 5 പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങിയത് സ്മാഷ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണെന്നോ എന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ്, കുരുമുളക് പൊടി ആവശ്യത്തിനുണ്ടോ എന്ന് എല്ലാം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണേ. ശരിക്ക് നമ്മൾ മിക്സ് ചെയ്തു, മസാല എല്ലാം സെറ്റായി, ഉപ്പും എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് അല്പം തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഓരോന്ന് ബോളാക്കി നമുക്ക് വെക്കാം. നമ്മളിത് നാളെ ഫ്രൈ ചെയ്യത്തുള്ളേ. ഒരു ചെറിയ ഓർഡറുണ്ട്, അതിൻ്റെയാണ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതെല്ലാം കൂടെ ഇനി ബോളാക്കുക കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കുമ്പോൾ നല്ലപോലെ വേകുന്നത് വാങ്ങിക്കണം. അത് സ്മാഷ് ചെയ്യുമ്പോൾ ചില ഉരുളക്കിഴങ്ങുണ്ട് വേകാതെ ഇങ്ങനെ കിടക്കും. അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, ഈ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഒന്നുകിൽ എണ്ണ പരത്തി കൊടുക്കുക, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക. ഇത്രയും നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കി ഇത്രയും കൂടെ ഉണ്ട്, ഇതും കൂടെ ബോളാക്കട്ടെ. നമ്മൾ കൈ ഒരു 2 എണ്ണം ബോളാക്കിയതിന് ശേഷം നമ്മൾ കൈ ഒന്ന് നനച്ച് ഒന്ന് വൃത്തിയാക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും അത് നമ്മൾ ബോളാക്കുമ്പോൾ അതിന് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നത് എല്ലാം നമ്മൾ ബോളാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 22 ബോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൈദ ഒന്ന് ലൈറ്റായിട്ട് കലക്കിയിട്ട് അതിൻ്റെ അകത്ത് മുക്കി നമുക്ക് ബ്രെഡ് ക്രംബ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഇത് ഫ്രൈ ചെയ്യത്തുള്ളേ. അതൊന്ന് സെറ്റാവും. അപ്പോഴത്തേക്ക് ഇതൊന്ന് ടൈറ്റായി ഒന്ന് സെറ്റാവും. നമ്മളിനിയും ബ്രെഡ് ക്രംബ് ചെയ്യാൻ പോവുകയാണ്. ബോളാക്കിയത് ഇത് മൈദ കലക്കിയത് ബ്രെഡ് നമ്മൾ വാങ്ങിച്ച് മിക്സിക്കകത്ത് പൊടിച്ച് ചെറിയതായിട്ടൊന്ന് ഡ്രൈ ചെയ്തു നമ്മൾ ചീനിച്ചട്ടിക്കകത്തിട്ട് കേട്ടോ. അങ്ങനെ ബ്രെഡ് ക്രംബ് ചെയ്ത് നമ്മൾ ഇത് ഫ്രിഡ്ജിനകത്തൊന്ന് വെച്ച് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അങ്ങ് ടൈറ്റ് ആവും. ഇത് അന്നേരം നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് ഇതുപോലെ ചെയ്ത് നമുക്ക് മാറ്റാവേ. ഇത് നമ്മൾ മൈദയ്ക്ക് പകരം മുട്ട ബീറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് മുക്കി നമുക്കിങ്ങനെ ചെയ്യാം. നമ്മൾ ബോളാക്കിയ എല്ലാ കട്ട്ലേറ്റും നമ്മൾ ബ്രെഡ് ക്രംബ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ് ഒരു ഡിഷിനകത്ത്. ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്യും. ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിയുമ്പോൾ ഈ നമ്മൾ ബോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രെഡ് ക്രംബ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചൊന്ന് ടൈറ്റ് ആവും.
ടൈറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, പൊട്ടിപ്പോകാതെ ഫ്രൈ ചെയ്തെടുക്കാൻ എപ്പോഴും നല്ലതാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചാണെങ്കിലും ഒരു അരമുക്കാൽ മണിക്കൂർ ഇതുപോലെ ബ്രെഡ് ക്രംബ് ചെയ്ത് ഫ്രിഡ്ജിലൊന്ന് വെച്ച് അത് ഫ്രൈ ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും കേട്ടോ. നമ്മൾ ഇത് ഫോയിൽ ചെയ്ത് ശരിക്കും റാപ്പ് ചെയ്ത് നമ്മളിത് ഫ്രിഡ്ജ് വെക്കുന്നത്. കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചു, സ്റ്റൗ കത്തിച്ച് അത് എണ്ണ ചൂടാകാനായിട്ടിരിക്കുകയാണ്. എണ്ണ നല്ല ഹീറ്റാകണം, അല്ലെങ്കിൽ എണ്ണ അധികം ചൂടായില്ലെങ്കിൽ, പരുവത്തിന് ചൂടായില്ലെങ്കിൽ കട്ട്ലേറ്റ് ഇട്ടാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് നല്ല ഹീറ്റ് ആയിട്ട് കട്ട്ലേറ്റ് ഇടാവേ. അതും എണ്ണ ചൂടായി നമ്മൾ അന്നേരം എണ്ണയ്ക്കകത്ത് കട്ട്ലേറ്റ് ഇടുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. അടുത്ത ഇട്ട് കൊടുക്കാവേ. നമുക്ക് കോരി എടുക്കാവേ. എടുത്ത കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു കേട്ടോ. ഉണ്ടോ, ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമേ.